റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ശബരിമലയിലെ നെയ്ക്കൊള്ള കേസിൽ ഇതാ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായത്. ആടിയശിഷ്ടം നെയ്യ് വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്നു സുനിൽകുമാർ. ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം 33 പേരാണ് കേസിലുള്ളത്. ഹരിമോഹൻ വീണ്ടും ചേരുകയാണ്. ഹരി, വിശദാംശങ്ങൾ എന്താണ്? സുനിൽകുമാർ പോറ്റിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനിത, തീർച്ചയായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ടാമതൊരു പോറ്റി കൂടി ഉണ്ടായിരിക്കുകയാണ്. സുനിൽകുമാർ പോറ്റി ദേവസ്വം ജീവനക്കാരനാണ്. ഇപ്പോൾ ആടിശിഷ്ടം നെയ്ക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ സുനിൽകുമാറിന് കൗണ്ടറിന്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ആടിശിഷ്ടം നെയ്യ് അത് 80,000-ലധികം പാക്കറ്റ് വരും. ഈ പാക്കറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുള്ള കൗണ്ടറുകളുടെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഈ സുനിൽകുമാർ പോറ്റിക്കായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവഴി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള നഷ്ടം, അതായത് 25 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് അടയ്ക്കാതെ മുക്കിയത് എന്നുള്ളതാണ് വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് 4 കൗണ്ടറുകളുണ്ട്. ഈ 4 കൗണ്ടറുകളിൽ കൂടി ആടിശിഷ്ടം നെയ്യ് വിൽക്കുകയായിരുന്നു. ഇതിന്റെ കൃത്യമായ കണക്കില്ല, സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല, ലെഡ്ജർ ഇല്ല, മഹസർ ഇല്ല, ഒന്നും രേഖപ്പെടുത്താതെ 4 നോട്ട് ബുക്കുകളിൽ ചില കണക്കുകൾ എഴുതി വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 2 മാസം, അതായത് നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ഈ മണ്ഡലമാസ കാലയളവിൽ വിറ്റഴിച്ചതാണ്. അതിൽ 3,43,00,000 രൂപയാണ് ദേവസ്വം ബോർഡിൽ കിട്ടേണ്ടിയിരുന്ന പണം. പക്ഷേ 3,17 ലക്ഷം രൂപ മാത്രമാണ് ദേവസ്വം ബോർഡിലേക്ക് ഈ ആടിശിഷ്ടം നെയ്യ് തീർത്ഥാടകർക്ക്, ഭക്തർക്ക് വിറ്റ വകയിൽ ആകെ ദേവസ്വം ബോർഡിൽ ലഭിച്ചത് 25 ലക്ഷം രൂപ. 25,52,000 രൂപ കൃത്യമായി പറഞ്ഞാൽ അത് കിട്ടേണ്ടതുണ്ട്. ഈ പണമെല്ലാം ഈ സുനിൽകുമാർ പോറ്റി അടക്കമുള്ള പ്രതികൾ ചേർന്ന് പങ്കിട്ടെടുത്തു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ 13ാം പ്രതിയും ഈ നെയ്യുടെ എല്ലാം പൂർണ്ണ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുനിൽകുമാറിനെ പത്തനംതിട്ട വിജിലൻസ് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിക്കൊണ്ട് അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പോറ്റിയെ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയുന്നത്. 33 പേരാണ് ഈ കേസിലെ പ്രതികൾ. അതിൽ 3 പേർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരാണ്. 30 പേർ ജീവനക്കാരാണ്, പല സമയത്തായിട്ട് ജോലിക്ക് കയറിയ ജീവനക്കാരാണ്. ഇവരെല്ലാവരും പലപ്പോഴായി സുനിൽകുമാർ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇതിനോടകം വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കണക്കുകൾ ഒരുപക്ഷെ, അതായത് 25 ലക്ഷത്തിന് മുകളിലുള്ള തട്ടിപ്പിന്റെ കണക്കുകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ചില അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ വിജിലൻസ് ഇതിനകത്ത് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് 100 മില്ലിയുടെ പാക്കറ്റുകളാക്കിക്കൊണ്ടാണ് ഈ ആടിശിഷ്ടം നെയ്യ് വിൽക്കുക. ഒരു പാക്കറ്റിന് 100 രൂപയാണ് വില. ഇത്തരത്തിൽ 80,000-ഓളം പാക്കറ്റുകളാണ് ഈ മണ്ഡലമാസ കാലയളവിൽ വിറ്റഴിച്ചത്. അതിൽ ഈ പറയുന്നത് പോലെ ഒരു 23,000-ഓളം പാക്കറ്റുകൾ വിറ്റതിന്റെ കണക്കുകളോ അല്ലെങ്കിൽ ഇത് ആരാണ് കൈകാര്യം ചെയ്തെന്നുള്ള കണക്കുകളോ ഈ പാക്കറ്റിൽ നെയ്യ് നിറച്ചതിന്റെ കണക്കോ ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് സന്നിധാനത്ത് തന്നെ നേരിട്ടെത്തി നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത്. അതായത് വലിയ രീതിയിലുള്ള ക്രമക്കേട് സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു. മുൻപ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ 2019-ലോ 20-ലോ ഒന്നും നടന്ന ഒരു കൊള്ളയല്ല ഇത്. 2025-ൽ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള, അന്ന് നിയോഗിക്കപ്പെട്ട, അന്ന് ചുമതല കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് ഇതെന്നു കൂടിയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തിയത്. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ആടിയശിഷ്ടം നെയ്ക്കൊള്ളയിൽ ഇതാ ആദ്യ അറസ്റ്റ് ദേവസ്വം ബോർഡ് ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായത്. അതും ഒരു പോറ്റിയാണ് എന്നതാണ്. ഏതായാലും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. 33 പേരാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതും. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകിയായിരുന്നു.